നമസ്കാരം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയ സംഭവത്തിൽ പ്രതികളിൽ SFI നേതാവും ഉൾപ്പെട്ടതോടെ കഞ്ചാവ് കേസിൽ അതിവേഗ ജാമ്യം. കഞ്ചാവ് കേസിൽ പിടിയിലായ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് SFIയുടെ കോളേജ് യൂണിയൻ സെക്രട്ടറിയാണ്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അക്കാദമിക് കൗൺസിൽ കൂടി പിടിയിലായ കുട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോളി ആഘോഷത്തിനായി എത്തിച്ച 2 കിലോഗ്രാം കഞ്ചാവാണ് പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പിടികൂടിയത്. ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കഞ്ചാവ് കൂടാതെ മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം താനൊന്നും അറിഞ്ഞില്ലെന്നാണ് SFI നേതാവിന്റെ വാദം. ശനിയാഴ്ച SFI യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു. ഇതിനിടെ കൊടിതോരണങ്ങൾ കിട്ടുന്ന തിരക്കിനിടയിലായിരുന്നു താനെന്നും ഈ സമയത്ത് കരുതിക്കുട്ടി ആരോ മുറിയിൽ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചതാണെന്നുമാണ് കരുതുന്നതെന്ന് പിടിയിലായ കോളേജ് യൂണിയൻ സെക്രട്ടറി കൂടിയായ അഭിരാജ് പോലീസിന് മൊഴി നൽകി. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരുടെ മുറികളിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. കുളത്തുപുഴ സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്ന് 1.9 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം ആദിത്യൻ, അഭിരാജ് എന്നിവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. അതേസമയം കഞ്ചാവ് ശേഖരം പിടികൂടിയ ഈ ഒരു സാഹചര്യത്തിൽ കൊച്ചിയിലെ കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് കൊച്ചി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. മറ്റ് കോളേജ് ഹോസ്റ്റലുകളിലേക്കും സമാനമായ രീതിയിൽ കഞ്ചാവ് എത്തിക്കുന്നുണ്ടോ എന്നും വിതരണം ചെയ്യുന്നുണ്ടോ എന്നും വിശദമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ച് കർശനമായ നടപടി സ്വീകരിക്കും. ആരൊക്കെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നതെന്നും ആർക്കൊക്കെയാണ് ഇവർ വിതരണം ചെയ്യുന്നതെന്നും പരിശോധിക്കും. കൂടാതെ സമാനമായി മറ്റു കോളേജ് കേന്ദ്രീകരിച്ചും ഇവർ വിതരണം നടത്തുന്നുണ്ടോ എന്നും പോലീസ് വിശദമായി പരിശോധന നടത്തും. കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഇത്രയധികം കഞ്ചാവ് പിടികൂടുന്നത്. 2 ആഴ്ച മുമ്പ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ കോളേജിന് പുറത്തുനിന്നും കഞ്ചാവുമായി പോലീസ് പിടികൂടിയിരുന്നു. ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോളേജ് ഹോസ്റ്റലിനുള്ളിൽ പരിശോധന നടത്തിയത്. മെൻസ് ഹോസ്റ്റലിലെ പെരിയാർ ബ്ലോക്കിലെ താഴത്തെ നിലയിലെയും മുകളിലത്തെ നിലയിലെയും മുറികളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. രാത്രി 9 മണിയോടെ ആരംഭിച്ച മിന്നൽ പരിശോധന പുലർച്ചെ 4 മണിയോടെയാണ് അവസാനിച്ചത്. 10 ഗ്രാമിന്റെ ചെറിയ പാക്കറ്റുകളാക്കിയാണ് വിൽപ്പന നടത്തിയിരുന്നത്. പാക്ക് ചെയ്യുന്നതിനാവശ്യമായ സാധനങ്ങളും ത്രാസും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്.